പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കി ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ലെബനിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകിയത്. ഇതോടെ ഏത് നിമിഷവും പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ സേനയും സജ്ജമായി. അമേരിക്കൻ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമേഷ്യയിലെ US സേന അതീവ ജാഗ്രതയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ കൂട്ടത്തോടെ മിസൈലുകൾ അയച്ചത്. 3 തവണകളിലായി 10ഓളം മിസൈലുകളാണ് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ടത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് ആക്രമിക്കരുതെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ഇതിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ലെബനിലെ ദാഹിയ മേഖലയിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഇതിനുള്ള തിരിച്ചടിയായാണ് ഇറാന്റെ ഇപ്പോഴത്തെ മിസൈൽ പ്രയോഗം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ കടുത്ത സംഘർഷങ്ങൾക്കൊടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് നേരെ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്. സംഘർഷം രൂക്ഷമായതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇടപെട്ടു. തിരിച്ചടിക്കരുതെന്നും തുടർന്നും ആക്രമണം നടത്തരുതെന്നും ഇസ്രായേലിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കനത്ത തിരിച്ചടിക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ജോർദാനിലെ US എംബസി ഉൾപ്പെടെയുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആകാശത്ത് മിസൈലുകളും ഡ്രോണുകളും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിതമായ അഭയസ്ഥാനങ്ങൾ തേടണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കോ അമേരിക്കൻ താവളങ്ങളിലേക്കോ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ വീണ്ടും തിരിച്ചടിച്ചാൽ ഇറാന്റെ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ടെഹ്റാൻ കത്തിച്ചാമ്പലാകാൻ പോകുന്നെന്നാണ് ഇസ്രായേൽ മന്ത്രി ഇതമർ ബെൻ ഗ്വർ പ്രതികരിച്ചത്. പ്രകോപനങ്ങളും വെല്ലുവിളികളും അതിശക്തമായി തുടരുകയാണ്. ഹമാസിനുണ്ടായ അതേ അനുഭവം ഹിസ്ബുള്ളയ്ക്കും ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരമ്പരാഗത വൈരികളെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. യുദ്ധം ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളുമായി പാകിസ്ഥാനും രംഗത്തുണ്ട്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം ഇറാനിലെത്തി സുപ്രധാന സന്ദേശം കൈമാറി. പരമോന്നത നേതാവ് മുജ്തബ ഖമേനിക്ക് നൽകാനുള്ള സന്ദേശം ഇറാൻ വിദേശകാര്യ മന്ത്രിയാണ് ഏൽപ്പിച്ചത്. അതേസമയം നേരത്തെ ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിന്റെ ഭാഗമായി ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നികത്താൻ US-ലുള്ള ഇറാന്റെ ആസ്തികൾ കണ്ടുകെട്ടി ഉപയോഗിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയിരുന്നു. ഇതുവരെ സംഭവിച്ചതും വരും ദിവസങ്ങളിൽ ഇറാൻ ആക്രമണത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായിട്ട് ഇറാന്റെ സമ്പത്ത് തന്നെ ഉപയോഗിക്കാനാണ് US ലക്ഷ്യമിടുന്നതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും പുനർനിർമ്മാണത്തിനുള്ള ചെലവും വിലയിരുത്താൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പ്രത്യേക സംഘത്തിന് ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ ഏതു തരം ആസ്തികളാണ് ഇതിനായി ഉപയോഗിക്കുക എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ഈ നടപടി US-ലെ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ മാത്രം ഒതുങ്ങില്ലെന്നാണ് സൂചന. അമേരിക്കയിലുള്ള തങ്ങളുടെ $24 ബില്യൺ മരവിപ്പിച്ച ആസ്തികൾ US വിട്ടു നൽകിയില്ലെങ്കിൽ മാത്രമേ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഉപദേശകൻ മെഹ്സൻ റസായി കഴിഞ്ഞ ദിവസം CNN-നോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. എന്നാൽ അമേരിക്കയുടെ പുതിയ നീക്കം സമാധാന ചർച്ചകൾക്ക് വിലങ്ങുതടി അയക്കാമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ സമാധാന ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.